ദിവസങ്ങൾ അടുത്ത് വരുന്തോറും ടെൻഷൻ കൂടി വരികയാണ്. കാരണം മൂന്നാമത്തെ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ അന്നക്കുട്ടിയെ രാവിലെ കടയിൽ വിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആക്കാനുള്ള കുറച്ച് മുട്ടയൊക്കെ മേടിപ്പിച്ചു. രണ്ടുമൂന്നെണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഒരു 5 മുട്ടയും കൂടി മേടിപ്പിച്ചു. ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ടങ്ങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ, അപ്പം മുട്ടയും പുഴുങ്ങി അതേപോലെ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. ഈ രണ്ട് പഴമല്ല, ഒരു പഴമുള്ളൂ. ആ പഴം വെക്കണത് എനിക്കാണ് കേട്ടോ. ഇവിടെ വേറെ ആരും പഴം പുഴുങ്ങിയത് അങ്ങനെ ഇഷ്ടമുള്ളവരില്ല. പിന്നെ പതിവ് പോലെ രാവിലെ വെള്ളം കുടിച്ചു, അതിൻ്റെ പുറകെ കട്ടൻ ചായയൊക്കെ കഴിച്ചു. കടലയാണെന്ന് ഉപ്പേരിയാക്കി എടുത്തത്, ചാറാക്കി എടുത്തിട്ട് പയ്യതങ്ങ് വറ്റിച്ചെടുത്താൽ മതിയല്ലോ. ഇരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, കുറച്ച് നേരം ഇരുന്നിട്ട് എഴുന്നേക്കാൻ ഇച്ചിരി പാടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അങ്ങ് ചെയ്യും കേട്ടോ. വേദനയാണെന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മളെ സഹായിക്കാനായിട്ട് വീട്ടിൽ ചേട്ടനുണ്ട്, മക്കളുണ്ട്, ഒക്കെ ചെയ്തൊക്കെ തരും. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ദിവസം ഞാൻ തന്നെ ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് ബ്രെഡ് റോസ്റ്റും ഒന്ന് പയ്യൊന്ന് നെയ്യൊക്കെ പെരട്ടി ഒന്ന് സെറ്റാക്കി എടുത്തു. അന്നക്കുട്ടിക്ക് ബുൾസേ മതി എന്ന് പറഞ്ഞു. ഏത്തപ്പഴം വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏത്തപ്പഴം വേണ്ട, അപ്പോൾ മറ്റേ സാധാരണ ചെറിയ പഴം വെച്ച് കൊടുത്തു. ഓരോ ഗ്ലാസ്